ബോട്ടിന്റെ Nirvana IONന്റെ അപ്ഡേറ്റഡ് വേർഷനായ Nirvana ION ANC. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് 8 പോയിന്റ്സുകളിലൂടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഞാൻ ഇന്ന് തരാൻ പോകുന്നത്. അതറിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇത് വാങ്ങണോ അതോ വേണ്ടേ. ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. സൈഡിലായിട്ട് മാസീവ് 120 hours പ്ലേ ടൈം എന്ന് കൊടുത്തിട്ടുണ്ട്. ബോക്സ് പുറത്തെടുത്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തെടുത്താൽ ആദ്യം തന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ഇവിടെ കാണാം. അത് കഴിഞ്ഞ് അടുത്ത ബോക്സിലായിട്ട് ഒരു USB കേബിൾ കാണാം. Type C കേബിൾ ആണ് വരുന്നത്. പിന്നെ അതിൽ തന്നെ കുറച്ച് എക്സ്ട്രാ ഇയർ ടിപ്സും വരുന്നുണ്ട്. അവസാനമായി നമുക്ക് ഇതിനകത്ത് യൂസർ മാനുവലും കാർഡുകളും കാണാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ ബോക്സിനുള്ളിൽ വരുന്നത്. ആദ്യത്തേത് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. ഡിസൈനിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു നോർമൽ ഡിസൈൻ തന്നെയാണ് ഇതിന്. ഇതിന്റെ ബഡ്സിനും വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. ഇതൊരു കോമ്പാക്ട് സൈസ് ആണ്. എൻ്റെ കയ്യിലുള്ളത് ക്രിസ്റ്റൽ ബ്ലാക്ക് കളറാണ്. പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഓക്കെയാണ്. ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ലെഡ് തുറക്കുമ്പോൾ ഒരു പിടുത്തം വരുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവനെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഒരു സീംലെസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഫീൽ കിട്ടുന്നില്ല. അതൊന്ന് മാറ്റി വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ ആൻഡ് ക്വാളിറ്റി ഓക്കെയാണ്. കണക്ടിവിറ്റിയിലേക്ക് വന്നാൽ ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ്. ഇവരുടെ ബോട്ട് ഹിയറബിൾ എന്നൊരു ആപ്പും നമുക്ക് അവൈലബിൾ ആണ്. ഇതിലെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ ഇഷ്ടപ്പെട്ട ഫീച്ചറാണ് ഒരേ സമയം 2 ഡിവൈസുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ ഇൻ-ഇയർ ഡിറ്റക്ഷനും വരുന്നുണ്ട്. ഇതിന്റെ കോൾ ക്വാളിറ്റി അറിയാൻ വേണ്ടി നമുക്കൊരു കോൾ ചെയ്ത് നോക്കാം. ഇപ്പൊ കേൾക്കുന്നതാണ് ഇതിന്റെ കോൾ ക്വാളിറ്റി. ഇതിലൂടെ സംസാരിക്കുന്നവർക്ക് അപ്പുറത്തെ ആൾക്ക് നല്ല ക്ലിയർ ആയി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് കോൾ ക്വാളിറ്റി? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ് ടു 32 dB വരെ ഇതിൽ നോയിസ് ക്യാൻസൽ ആകുന്നുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ENX ടെക്നോളജിയും ക്വാഡ് മൈക്സും, അതായത് ഓരോ ഇയർബഡ്സിലും 2 മൈക്ക് വീതമാണുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു നോയിസ് ക്യാൻസലേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആപ്പ് വഴി നമുക്ക് ANC ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അതുപോലെ തന്നെ ഇയർബഡിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ടും ANC ഓൺ ഓഫ് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൽ ആംബിയൻ മോഡ് അഥവാ ട്രാൻസ്പെറൻസി മോഡും കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഇയർബഡ് ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ പുറത്തുള്ളതെല്ലാം ക്ലിയർ ആയി കേൾക്കാൻ കഴിയും. ഇങ്ങനെയാണ് ആപ്പിന്റെ ഇന്റർഫേസ് വരുന്നത്. ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. നമുക്ക് 3 കാറ്റഗറീസ് ഇവിടെ കാണാം: സൗണ്ട്, ടച്ച്, സിസ്റ്റം. ഇവിടെ നമുക്ക് നോയിസ് ക്യാൻസലേഷന്റെ ഓരോ മോഡുകൾ കാണാൻ കഴിയും. പിന്നെ ഇക്വലൈസറിന്റെ കാര്യങ്ങളും സൗണ്ടിൽ വരുന്നുണ്ട്. ടച്ചിൽ പോയാൽ ഓരോ ബഡ്സിന്റെയും ഫംഗ്ഷൻസ് നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാം. 2 ബഡ്സിലും പ്രത്യേകം ഫംഗ്ഷൻസ് നമുക്ക് ഇവിടുന്ന് അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇനി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇൻ-ഇയർ ഡിറ്റക്ഷൻ ഓഫ് ആക്കാനും ഓൺ ആക്കാനും മൾട്ടി പോയിന്റ് കണക്ടിവിറ്റിക്കുമുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ഞാൻ കേട്ട് നോക്കിയിട്ട് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇതിനുള്ളത്. നല്ലൊരു ബേസും ട്രിബിൾ ഇതിൽ കിട്ടുന്നുണ്ട്. കൂടാതെ അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒട്ടുമിക്ക TWSകളിലും പ്രീ ബിൽഡ് ആയിട്ടുള്ള ഇക്വലൈസർ മോഡാണ് സാധാരണയായി കണ്ടുവരുന്നത്. എന്നാൽ ഇതിൽ നമുക്ക് നിരവധി കസ്റ്റമൈസേഷനുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഡ്യുവൽ EQ മോഡ് വരുന്നുണ്ട്. ബോട്ട് സിഗ്നേച്ചർ സൗണ്ടും ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടും. 120 മണിക്കൂറിന്റെ വലിയൊരു ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് കേസ് ഉൾപ്പെടെ ലഭിക്കുന്നത്. ബഡ്സിന് മാത്രമായി 24 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നതെങ്കിലും 24 മണിക്കൂറില്ലെങ്കിലും ഒരു അത്യാവശ്യം ഡെയിലി യൂസിനുള്ളത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ 60 ms ലോ ലേറ്റൻസി മോഡാണ് വരുന്നത്. ബോട്ട് ഇതിനെ ബീസ്റ്റ് മോഡ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ലേറ്റൻസി മോഡൊന്ന് ഗെയിം കളിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗെയിമിങ്ങിന് ഞാൻ ഈ ഹെഡ്സെറ്റ് സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം നല്ല ഡിലേ വരുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒട്ടുമിക്ക ഹെഡ്സെറ്റുകളിലും ഇതിലും കുറഞ്ഞ MS ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് Nirvana ION ANC? നിങ്ങൾക്ക് ഈ ഹെഡ്സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് മീ ദീപ സൈനിങ് ഓഫ്.